الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ റഹ്മാനായ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തിലുടനീളം തഖ്വ കൈവരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെന്ന നിലക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തഖ്വയോടുകൂടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ
അത്തരത്തിൽ ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ അവ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിക്കുകയോ അവന്റെ വിധിവിലക്കുകളെ പരിഗണിക്കുകയോ ചെയ്യാത്ത മനുഷ്യരും അവരും ഈ ലോകത്ത് പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ ലോകത്ത് ഒരു വിശ്വാസി ഈ അത്തരം അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന നന്മകളെ കൊണ്ട്, എന്റെ തഖ്വയുടെ കടുപ്പം കൊണ്ട് അള്ളാഹു എന്നെ ആദരിക്കുന്നതാവാം എന്നതല്ല ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ചിന്ത. മറിച്ച് എന്റെ ഈ ജീവിതവും എന്റെ ഈ സുഖസൗകര്യങ്ങളും എന്റെ സന്താനങ്ങളും എന്റെ കുടുംബവും അതിലുള്ള എന്റെ സന്തോഷവും ആനന്ദവും എന്റെ വീടും എന്റെ വാഹനവും എനിക്ക് സന്തോഷം നൽകുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ഇതൊക്കെ ഒരു പക്ഷേ അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നതാവാം. ഇത്തരം ഒരു ചിന്താഗതി, ഇതാണ് ഒരു വിശ്വാസിയുടെ മാനസികമായ അവസ്ഥ. അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോഴും ലഭിക്കുമ്പോഴും ഒക്കെ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് അവന്റെ മനസ്സിനകത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു ചിന്ത, ഇതെന്നെ റബ്ബ് പരീക്ഷിക്കുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായിരിക്കാം എന്ന ഒരു ചിന്തയാണ് അവന്റെ മനസ്സിലുണ്ടാകുന്നത്. ഇപ്രകാരം തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാത്ത മനുഷ്യർ, യഥാവിധി തഖ്വയോടുകൂടെ ജീവിക്കാത്ത പല ആളുകളും എപ്പോഴെങ്കിലും ചില നന്മകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത്, ഇത്തരം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ചെയ്ത ചില അനുഗ്രഹങ്ങളിൽ അതിന്റെ ഒരു നന്ദി സൂചകമായി ഞാൻ എന്തെങ്കിലും നന്ദികൾ പ്രവർത്തിക്കുമ്പോൾ, നന്മകൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആനുപാതികമായിട്ട് അള്ളാഹു എനിക്ക് തരുന്ന ചില അനുഗ്രഹങ്ങളാവാം ഇത്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട്, ഞാൻ ആ ചെയ്ത നന്മയുടെ കടുപ്പം കൊണ്ട് അള്ളാഹു എനിക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളായിരിക്കും ഇത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഇവിടെ ഇത്തരം രണ്ട് അനുഗ്രഹങ്ങളിൽ രണ്ട് രൂപത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ചില കാര്യങ്ങൾ അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും രണ്ട് രൂപത്തിലാണ്. അതിൽ ഒന്നാമത്തത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഇൻ ശകർതും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോഴും ഇതെന്റെ റബ്ബ് തന്നതാണെന്നും അവന് അനിഷ്ടകരമായ ഒരു മാർഗത്തിലൂടെ ഞാൻ ഇവ ഉപയോഗിച്ചുകൂടാ. എന്റെ കണ്ണ് അത് അള്ളാഹുവിന്റെ നിഅമത്താണ്, എന്റെ നാവ് സംസാര വൈഭവം, സംസാരശേഷി ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, എന്റെ കാത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, എന്റെ ആരോഗ്യം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, എന്റെ വാഹനവും എന്റെ വീടും എന്റെ കുടുംബവും എന്റെ സമ്പാദ്യവും എന്നെ സന്തോഷിപ്പിക്കുന്നതൊക്കെ എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അവന് ഇഷ്ടമില്ലാത്ത മേഖലയിൽ എന്റെ നാവ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? അവൻ ഹറാമാക്കിയത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുണ്ടോ? അരുതെന്ന് പഠിപ്പിച്ചത് എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ടോ? ഇത്തരം ചിന്തയായിരിക്കും അവന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനായിരിക്കും ആ മനുഷ്യൻ തയ്യാറാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ ശകർത്തും, നിങ്ങൾ നന്ദി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാ. അങ്ങനെ നന്ദിയോടുകൂടെ ജീവിച്ചാലോ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അഥവാ നല്ല മനുഷ്യരായി നന്നായി ജീവിച്ചാൽ ഇത്തരം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഒരു അനുഗ്രഹം ആ രൂപത്തിലാണ്. ഒരുപക്ഷെ അങ്ങനെയാവാം, ഉറപ്പില്ല. ഇനി രണ്ടാമത്തെ ഒന്നുകൂടെ ഉണ്ട്. ഇതും കൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ
റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബു. ഒരു മനുഷ്യൻ അയാൾ മഅസിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹു അരുതെന്ന് പഠിപ്പിച്ച, നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച, വിലക്കപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ അയാൾ വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയ, ദുനിയാവ് അയാൾക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വാഹനം, നല്ല വീട്, നല്ല കുടുംബം, മക്കൾക്ക് ജോലി, അയാൾക്ക് വലിയ ജോലി, വലിയ സ്ഥാനമാനങ്ങൾ, വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ അയാളെങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാ യുഹിബ്ബു, അയാൾ ഇഷ്ടപ്പെടുന്നതൊക്കെ, വിചാരിച്ചതൊക്കെ ഇങ്ങനെ അയാൾ അനുഭവിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. ഇതെന്താണ്? ഇത് നിഅമത്തല്ല, ഇത് ഇസ്തിദ്റാജാണ്. സുമ്മ തലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 44-ാമത്തെ ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കൊടുത്തു സഹാബത്തിന്. എന്താണ് ഓതിയത്? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതൂ അഖദ്നാഹും ബഗ്ത ഫഇദാ ഹും മുബ്ലിസൂൻ. ഫലമ്മാ നസൂ മാ ദുക്കിറൂ, അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ട, അവർക്ക് ബോധനം നൽകപ്പെട്ട വിഷയങ്ങളൊക്കെ അവർ വിസ്മരിച്ച് കളയുന്നു. ഇതൊന്നും കുഴപ്പമില്ല, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഒക്കെ ശരിയാവും, ഇപ്പം വേണ്ട, കുറച്ചും കൂടെ കഴിയട്ടെ, പിന്നെ നന്നാവാം. ഹറാമാണെന്നറിയാം, തെറ്റാണ് ചെയ്യുന്നത് എന്നറിയാം. ഖുതുബകളിലൂടെ, ഹദീസ് ക്ലാസുകളിലൂടെ, ഖുർആൻ ക്ലാസുകളിലൂടെ, തഫ്സീറുകളിലൂടെ, ഹദീസിലൂടെ, ആയത്തുകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. സംഭവം ശരിയാണ്, എനിക്കറിയാം. പക്ഷേ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്നില്ല. ആ തിന്മകൾ ഒഴിവാക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലാകുമ്പോഴോ അള്ളാഹു പറയുന്നു ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇ. എല്ലാത്തിന്റെയും വാതിലുകൾ, കവാടങ്ങൾ, വാതായനങ്ങൾ അയാൾക്ക് മുമ്പിൽ അള്ളാഹ് തുറന്നു വെച്ചു കൊടുക്കുകയാണ്. എന്താ അയാൾക്ക് വേണ്ടത്? ഒക്കെ അള്ളാഹ് കുടുസാക്കുകയല്ല, നൽകൂല എന്നല്ല, അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അള്ളാഹു ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. ഓരോന്നും ലഭിക്കുമ്പോ അയാൾ ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ്, ആർമാദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ പള്ളിയും ദഅവത്തും ഇതിനൊക്കെ ഇങ്ങനെ സമയങ്ങൾ, ഞാൻ എന്റെ ബിസിനസ്സും എന്റെ കച്ചവടവും ഞാൻ എന്റെ രൂപത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ചോ, എനിക്കെന്താ കുറവ്? എനിക്കെന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നിങ്ങൾ എന്ത് പ്രശ്നം എനിക്ക് കാണും? എനിക്ക് വാഹനമില്ലേ, എനിക്ക് വീടില്ലേ, എന്റെ കുടുംബല്ലേ, എനിക്ക് വലിയ ജോലിയില്ല, എനിക്ക് വലിയ നിങ്ങൾ എവിടെ ഉള്ളത്? മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോ അയാൾ ഇങ്ങനെ അയാൾക്ക് നൽകപ്പെട്ടതിലൊക്കെ അയാൾ ഇങ്ങനെ വളരെയധികം ഹാപ്പിയായി സന്തോഷത്തോടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലാഹു പറയുന്നു ഒരു പിടുത്തം പിടിക്കും റബ്ബ്. അവിചാരിതമായി, അപ്രതീക്ഷിതമായി അയാൾക്കൊരു പിടിവീഴാനുണ്ട്. അപ്പോഴായിരിക്കും അദ്ദേഹം, ആ മനുഷ്യൻ അങ്ങേയറ്റം നിരാശനായി പോകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നന്മകൾ നിങ്ങളെ പൊതിയുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ പടച്ചവൻ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ തരിക എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. ഇത് പതുക്കെ പതുക്കെ പിടിക്കാൻ, അതാണ് ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഒരു പിടുത്തം വരാനുണ്ട്, ശക്തമായ ഒരു പിടുത്തം. അതിന്റെ മുമ്പേ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നപ്പോ അള്ളാഹിന്റെ കവാടങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു തന്നതാ. അത് നമുക്കങ്ങനെ ലഭിച്ചതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ തഖ്വയോടുകൂടെ ജീവിക്കുന്ന മുഅ്മിനുകളായ മനുഷ്യന്മാരും അതേ രൂപത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ഇത്തരം അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും ഒരുപോലെ ഭയപ്പെടേണ്ട വിഷയമാണ് ഇസ്തിദ്റാജ്. ഒരുപോലെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ട വിഷയമാണ്. എന്താണ് ഇസ്തിദ്റാജ്? ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി, പെട്ടെന്ന് പിടിക്കൂല,
ഒരു തെറ്റ് ചെയ്തു മനുഷ്യൻ, അയാൾ അപ്പൊ തന്നെ ശിക്ഷിക്കുകയല്ല, മറിച്ച് അയാൾക്ക് മാക്സിമം തിന്മകൾ പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. പരീക്ഷണമാണ് ഈ ലോകം. ഈ ലോകത്ത് പലരും വിചാരിച്ചത് എന്താണ്? ഹൈറ് മാത്രമാണ്, അല്ലെ, ഷെറ് മാത്രമാണ് പരീക്ഷണം എന്നാണ്. രോഗങ്ങൾ ഉണ്ടാവുക, പ്രയാസങ്ങൾ ഉണ്ടാവുക, ദുഃഖങ്ങൾ ഉണ്ടാവുക, സാമ്പത്തികമായി ഇടിവുണ്ടാവുക, ഇതൊക്കെ പിന്നെ വരുന്ന സന്ദർഭത്തിൽ മനുഷ്യർ പറയാറുണ്ടെന്ന് അതൊക്കെ അള്ളാന്റെ പരീക്ഷണമാണ്. എന്നാലോ അയാൾക്കൊരു വലിയ സാമ്പത്തികമായ ഉന്നതി, വലിയ ശമ്പളമുള്ള ജോലി, അത്തരം ആഹ്ലാദിക്കാൻ പറ്റിയതുണ്ടാകുമ്പോ അതൊക്കെ അള്ളാന്റെ നിയമത്താണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതെന്താ? നിങ്ങളെ നാം പരീക്ഷിക്കും ബിൽ ശർരി വൽ ഖൈരി ഫിത്ന. ശർറ് കൊണ്ട് മാത്രമല്ല, വൽ ഖൈർ, ഇത്തരം നിങ്ങളുടെ മനസ്സിൽ നന്മകളെന്ന് തോന്നുന്ന വിഷയങ്ങൾ തന്നിട്ടും ഫിത്ന, പരീക്ഷണം ഉണ്ടാകും. ഇത് പലപ്പോഴും തിരിച്ചറിയാറില്ല. ഈ രൂപത്തിൽ പതുക്കെ അതിന്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ടും തിന്മകൾ പ്രവർത്തിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ടും അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്തിദ്റാജിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പതുക്കെ പതുക്കെ ഒരു മനുഷ്യനെ പിടിക്കുന്നതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു അടിമ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴോ അള്ളാഹ് എന്താ ചെയ്യുന്നത്? അള്ളാഹു അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. പിന്നെ അവൻ അതിന്റെ പുറകെ പോകും, ആ നന്മകളുടെ പിറകെ പോകും. തൗബ പോലും മറന്നു പോകുന്ന, വിസ്മരിച്ചു പോകുന്ന, അവഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ വരും. അങ്ങനെ പതുക്കെ പതുക്കെ അവന്റെ ശിക്ഷയുടെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു ചൊരിയൽ, ഒരു ശിക്ഷയുടെ വലിയ ഒരു ചൊരിയൽ തന്നെ അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടെ മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. തിന്മകൾ പ്രവർത്തിക്കുമ്പോ പലർക്കും തോന്നാറുണ്ട്, ഇപ്പം വേണ്ട, ഇപ്പം നല്ല ആരോഗ്യമുണ്ട്, നല്ല അനുഗ്രഹമാണ്, എന്തിനാണ് ഇപ്പൊ തന്നെ മാറുന്നത്, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഇതൊക്കെ ഹറാമാണെന്നറിയാം, അല്ലാഹ് നിഷിദ്ധമാക്കിയതാണെന്നറിയാം, പക്ഷെ ഇപ്പോഴൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മാറാലോ. ഇവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ചില പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകളുണ്ട്, അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നുമോ ഇതൊന്നും ആരും അറിയുന്നില്ല, ഇതൊന്നും ആരും കാണുന്നില്ല, ഞാനിങ്ങനെ എല്ലാവരെയും മറച്ചു വെച്ചിട്ടും ഇത്തരം തിന്മകളൊക്കെ ചെയ്യാൻ അതിവിദഗ്ധനാണ്, എന്റെ വൈദഗ്ധ്യത്തിന് മുമ്പിൽ മറ്റാർക്കും ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല, അല്ലേ എന്നൊക്കെ ചില ദാക്ഷ്യത്തിന്റെ തോന്നലുകൾ പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുമ്പോ തിരിച്ചറിയണം, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമായിരിക്കാം, ഇത് ഇസ്തിദ്റാജായിരിക്കാം. ഇത്തരം ഉത്ബോധനങ്ങൾ, ഇത്തരം ആയത്തുകൾ, ഇതൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുമാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇത്തരം ആയത്തുകളും ഹദീസുകളും ഒക്കെ ഓതി കൽപ്പിക്കപ്പെടുമ്പോ വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കൽപ്പിക്കുമ്പോ അവൻ തിരിഞ്ഞു കളയുകയാണ്, മുസ്തക്ബിറൻ, കിബറോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ, ഇതൊന്നും അവൻ കേൾക്കാത്തതുപോലെയാണ് അവന്റെ നടപ്പ്. അവന്റെ ചെവിയിലെന്തോ അടപ്പിട്ട് വെച്ചിട്ടുണ്ട്, എന്തോ ബ്ലോക്ക് ചെയ്ത് കേൾക്കുന്നതിനെന്തോ ഒരു തടസ്സം അവന്റെ ചെവിയിലുണ്ട്. ഏത് കേൾക്കുന്നതിന്? ഇത്തരം നന്മകൾ, വിശുദ്ധ വചനങ്ങൾ, ഹദീസുകൾ, ആയത്തുകൾ, ഇത് പ്രവേശിക്കാൻ അവന്റെ ചെവിക്കെന്തോ ഒരു തടസ്സമുള്ളതുപോലെ. കാരണം എന്താ? ഇത് കേട്ടാൽ നിർത്തണ്ടേ, അവസാനിപ്പിക്കണ്ടേ, നന്മയിലൂടെ സഞ്ചരിക്കണ്ടേ? അതിനായിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് ആർമാദിക്കട്ടെ, അല്ലേ? അള്ളാഹു ഇല്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ റബ്ബിനെ തന്നെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന യുക്തിവാദികളില്ലേ, അവരൊക്കെ എന്ത് സന്തോഷത്തിലാണ്.
ആർമാദിച്ച് ജീവിക്കല്ലേ. ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് എന്നാ പറയുന്നത്. അള്ള ഫ്രീഡം കൊടുക്കും. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. എന്താണോ അവർക്കിഷ്ടം അതിന്റെ കവാടങ്ങളൊക്കെ റബ്ബ് അവർക്ക് മുമ്പിൽ തുറന്നു വെച്ചു കൊടുക്കും. അങ്ങനെ തുറന്നു വെക്കുമ്പോ അവര് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് പറയും, ഇതാണ് ഫ്രീഡം, ഇതാണ് അനുഭവിക്കേണ്ടത്, നിങ്ങൾ ഇത് ദീനും പറഞ്ഞ് ആദർശം പറഞ്ഞ് ജീവിച്ചോ എന്ന് നമ്മളെ കളിയാക്കും. അവർക്ക് മുമ്പിൽ എല്ലാം തുറന്നു വെച്ചു കൊടുക്കും. അള്ളാഹുവിനൊരു പിടിയുണ്ട് എന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലൂടെയും പറയുന്നതാ, ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. ആയത്തുകളോട് ഹദീസുകളോട് അള്ളാഹുവിന്റെ ദീനിനോട് ഇത്തരം സമീപനങ്ങൾ വെച്ച് പുലർത്തുന്നവരെ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരായ ഉലമാക്കൾ ഈ വിഷയമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. വഇദാ റഅയ്തല്ലാഹ തആല യസ്യു അലാ ഇൻസാനിൻ വഹുവ ളാലിമുൻ. അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മനുഷ്യന് ദുനിയാവ് വിശാലമാക്കി കൊടുക്കുന്നു, സാമ്പത്തികമായ സുസ്ഥിതി നൽകുന്നു, സന്താനങ്ങളിലും മക്കളിലും കുടുംബത്തിലുമൊക്കെ ഐശ്വര്യവും സന്തോഷവും പകർന്നു നൽകുന്നുണ്ട്. ومع ذلك تزداد رتبته وتزداد منزلته وتزداد ثرواته وخيراته. നന്മകളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെ അയാൾക്ക് ഇങ്ങനെ അധികരിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അയാൾക്ക് കറാമത്തിന്റെ ഭാഗമായി, ആദരവിന്റെ ഭാഗമായി ലഭിക്കുന്നതാണ്, നൽകുന്നതാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. കാരണം പ്രത്യേകിച്ചും തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തിന്റെ ഭാഗമാണ്? ഇത് പരീക്ഷണത്തിന്റെ ഭാഗമാണ്, ഇത് ഇസ്തിദ്റാജിന്റെ ഭാഗമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ വസ്സ അല്ലാഹു അലൈഹി ഫലം യറ അന്നഹു യംകുറു ബിഹി ഫലാ റഅയ ലഹു. തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇത്തരം അനുഗ്രഹങ്ങൾ അയാളെ ചുറ്റി പൊതിയുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യൻ ഫലം യറ അന്നഹു യംകുറു ബിഹി, ഇത് അല്ലാഹു എന്റെ പേരിൽ നടത്തുന്ന ഒരു തന്ത്രമാണെന്നും ഇത് ഇസ്തിദ്റാജിന്റെ ഭാഗമാണെന്നും തിരിച്ചറിയാൻ ആ മനുഷ്യന് സാധിക്കുന്നില്ല എങ്കിൽ ഫലാ റഅയ ലഹു, ബുദ്ധിയില്ല എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണിത്. ഗൗരവത്തോടുകൂടെ തിരിച്ചറിയേണ്ട വിഷയമാണ്. നമുക്ക് അല്ലാഹ് നൽകുന്ന അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതെന്തിന്റെ ഭാഗമാണ്? എന്തിന്റെ ഭാഗമാണ്? നാം ചെയ്യുന്ന നന്മ കൊണ്ട് ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി ചെയ്താൽ തഖ്വയോടുകൂടി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള നന്മയാവാം, അനുഗ്രഹമാവാം എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അല്ല. തിന്മകൾ പ്രവർത്തിക്കുമ്പോഴും മോശമായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോഴും ഇതൊന്നും നിർത്താൻ നമുക്ക് തോന്നാത്ത സന്ദർഭത്തിലും സന്തോഷവും ആഹ്ലാദവും പകരുന്ന അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇത് തിരിച്ചറിയണം. ഇസ്തിദ്റാജിനെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു നടക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഇസ്തിദ്റാജായി മാറി അവസാനം അവന്റെ ശിക്ഷ നമ്മെ പിടികൂടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു നടന്ന് തൗബ ചെയ്ത് തഖ്വയോടുകൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ ല യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. പലപ്പോഴും നമ്മൾ ആളുകളെ അളക്കാറ് ഓനിപ്പോ പണ്ടത്തെ രൂപത്തിലൊന്നല്ല, ഇപ്പൊ അത്യാവശ്യം ഉഷാറായിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, ഇപ്പോഴാണ് ഒന്ന് ഗതി പിടിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ നമുക്കതിനുള്ളൊരു മാനദണ്ഡം? ഒരു നല്ല ജോലിയോ അത്യാവശ്യം സമ്പാദ്യമോ
നല്ല സന്തോഷകരമായ ഒരു ജീവിതമൊക്കെ നമ്മൾ നയിക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾ ഈ രൂപത്തിൽ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഅ്തി ദുനിയ, ഈ ദുനിയാവ് അല്ലാഹു നൽകുന്നത് മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു, അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരാളെ ഈ രൂപത്തിൽ മനസ്സിലാക്കരുത് എന്നുള്ളതാണ്. ഇത് ഒരു പക്ഷേ അള്ളാഹുവിന്റെ നിഅമത്താകാം, അതല്ലെങ്കിൽ നാം സൂചിപ്പിച്ചതുപോലെ ഇസ്തിദ്റാജിന്റെ ബാബാവാം. എന്നാൽ വലാ യുഅ്തി ദീൻ, അള്ളാഹു ഒരാൾക്ക് ദീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലാ മൻ യുഹിബ്ബു, അതാർക്കേ കൊടുക്കൂ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. ഒരാൾ ദീൻ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് അള്ളാഹു നിഅമത്ത് ചൊരിയുന്നുണ്ട്, അള്ളാഹുവിന് അയാളെ ഇഷ്ടമായുന്നുണ്ട്. ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീനും ദുനിയാവും ഇത് രണ്ടും രണ്ടായിട്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിലെ 55-56 വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശ്ഉറൂൻ. അയഹ്സബൂൻ, അവർ വിചാരിക്കുകയാണോ, മനുഷ്യർ മനസ്സിലാക്കുകയാണോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ, ഒരുപാട് സന്താനങ്ങളും സമ്പാദ്യവും നല്ല ഒരു സ്റ്റാറ്റസ് ഒക്കെ നൽകിക്കൊണ്ട് അവരെ നാം സഹായിക്കുന്നത് അവർക്ക് ഇങ്ങനെ ഒരുപാട് നന്മകൾ കൊടുക്കാൻ എനിക്ക് ആഗ്രഹമായിട്ട്, എനിക്ക് വല്ലാത്ത പൂതി തോന്നിയിട്ട് ഞാൻ എങ്ങനെ കൊടുക്കുകയാണ്, അതിൽ ഞാൻ ഇങ്ങനെ താല്പര്യം കാണിക്കാണ് എന്നാണോ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതല്ല, ഇതിന്റെ സത്യാവസ്ഥ അവർക്ക് തിരിച്ചറിയുന്നില്ല. ഇങ്ങനെയാണ് പലരും അള്ളാഹുവിന്റെ ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും ഇതെന്തിന്റെ ഭാഗമാണ് എന്ന് പലരും തിരിച്ചറിയാറില്ല. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 85-ാമത്തെ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ, വലാ തുഅജിബക അംവാലുഹും വലാ ഔലാദുഹും, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിലക്കുകൾ പ്രവർത്തിച്ചുകൊണ്ട് തിന്മകളിൽ വ്യാപൃതരായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ അംവാലുഹും വലാ ഔലാദുഹും, അവരുടെ സാമ്പത്തിക സുസ്ഥിതി കണ്ടിട്ട് പ്രവാചകരെ, അവരുടെ സന്താനങ്ങളെയും അവരുടെ അഭിവൃദ്ധിയും കണ്ടിട്ട് പ്രവാചകരെ താങ്കൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്നമാ യുരീദുല്ലാഹു അൻ യുഅദ്ദിബഹും ബിഹാ ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവരെ നാം ശിക്ഷിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വതസ്ഹഖ അൻഫുസഹും വഹും കാഫിറൂൻ, കാഫിറുകളായി തന്നെ സത്യനിഷേധികളായി തന്നെ ഈ ദുനിയാവിൽ നിന്ന് അവർ നാശമടയണമെന്നുമാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ അള്ളാഹിനെ ധിക്കരിക്കുമ്പോഴും അല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും അല്ലേ, എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ അവരെ നോക്കിയിട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, അവർക്ക് ചിലതൊക്കെ റബ്ബ് കൊടുക്കും. കാരണം അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ഇതാണ്, തിരിച്ചറിയണം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാത്ത ചില തിന്മകൾ ഉണ്ടാവാം. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് വിചാരിച്ചിട്ടും നാം അതിൽ നിന്നും മാറി ചിലപ്പോൾ സഞ്ചരിക്കും. അത്തരം സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ സാമ്പത്തികമായി, ആരോഗ്യപരമായി, മാനസികമായി, കുടുംബപരമായി ഒരുപാട് സന്തോഷങ്ങളും ആനന്ദങ്ങളും നമുക്ക് റബ്ബ് പകർന്നു തരുമ്പോ ചിന്തിക്കണം, ആ റൂട്ടിലൂടെ തന്നെയാണോ ഞാൻ സഞ്ചരിക്കുന്നത്? ഇത് അള്ളാഹുവിന്റെ ഇസ്തിദ്റാജാണോ? അവസാനം എന്നെ പിടിക്കാൻ, എന്നെ ശിക്ഷിക്കാൻ, എനിക്ക് നരകത്തിലേക്കുള്ള യാത്രയുടെ ഒരു മാർഗമാണോ ഇത്? തിരിച്ചറിയണം. തിരിഞ്ഞു നടക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരം വചനങ്ങൾ, ഇത്തരം സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രചോദനമാവണം. അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളെ വനബലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, രണ്ട് രൂപത്തിലും നമ്മെ പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാതെ ഇതൊക്കെ പടച്ചവനെ ഇഷ്ടപ്പെട്ട് തരുന്നതാണ് എന്ന മിഥ്യാധാരണയോടുകൂടെ ആ തിന്മകളിൽ തന്നെ, ആ ഹറാമുകളിൽ തന്നെ വീണ്ടും വ്യാപൃതരായാൽ അത് നമുക്ക് ഏറെ അപകടം വരുത്തി വെക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടെ തിരിഞ്ഞു നടക്കാൻ
തൗബയിലൂടെ തിരിഞ്ഞു നടക്കാൻ, ഈമാനിലൂടെ തഖ്വയിലൂടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ റബ്ബ് ഗഫൂറാണ്, തവ്വാബാണ്, റഹീമാണ്, വദൂദാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരുമെന്നുള്ള ചിന്തയോടുകൂടെ അവനിലേക്ക് തിരിച്ചു പോകാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.